ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കാണുമ്പം നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാറ്റലോഗ് ഒക്കെ ആയിട്ട് തോന്നും, ബട്ട് അങ്ങനെയല്ല കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഒന്ന് എല്ലാവരും വാങ്ങിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുള്ളൂ. ഫുൾ വെറൈറ്റി ആട്ടോ. ഇത് ഫുള്ളും ഇതുണ്ടോ, മൾട്ടി കോമ്പിനേഷൻസ്. ഇത് പ്രിന്റ് ഒന്നും അല്ല, ആപ്ലിക് പാറ്റേണിൽ ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് താഴ്ഭാഗത്താണ് വരുന്നത്. പിന്നെ അതിൻ്റെ ദുപ്പട്ട ഉണ്ടോ, ഇത് ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ടൈപ്പ് ഫാബ്രിക് അല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ കോമ്പിനേഷൻസിൽ ഈ ടൈപ്പ് ദുപ്പട്ടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നെയിമൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ നെയിം കറക്റ്റ് പറഞ്ഞത് മറന്നുപോയി, എന്തുമായിരുന്നത്. ഇതെല്ലാം ഫുൾ സിൽക്ക് ബേസ് ആയിട്ട് നിൽക്കുന്നത്. ടോപ്പിൻ്റെ ഫാബ്രിക് ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കും ദുപ്പട്ടയും സിൽക്ക് ബേസ് ആണ്. അപ്പം അത് റഫായിട്ട് യൂസ് ചെയ്യില്ല. മാക്സിമം ഒരു ഡ്രൈ ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. ബഡ്ജറ്റ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഫുൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഇത് ഫുള്ളും ആപ്ലിക് സ്റ്റൈൽ ഹെവി എംബ്രോയ്ഡറി കോമ്പിനേഷൻ. അതിൻ്റെ കോമ്പിനേഷൻസിൽ ഫുള്ളും പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ദുപ്പട്ട. എല്ലാം സോഫ്റ്റ് ബേസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സിൽക്ക് ബേസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതാണ് ഫസ്റ്റ് കളറിൻ്റെ ലുക്ക്. ഇതാണ് അടുത്ത കോമ്പിനേഷൻ. ഒരു കൈൻഡ് ഓഫ് ഒരു ബ്ലൂ ആണ്, സ്കൈ ബ്ലൂവിൻ്റെ ഒരു, അതായത് ഭയങ്കര ഇരുണ്ട ഒരു കർമ്മകം വരുമല്ലോ, അത് ഭയങ്കര ഇരുണ്ട കർമ്മകല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ പോലത്തെ ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുക. ആണ് ദുപ്പട്ട. നിങ്ങളിപ്പം വീഡിയോയിൽ കാണുമ്പം ദുപ്പട്ടയ്ക്ക് ഒരു ലാവെൻഡർ കളർ പോലത്തെ ഷെയ്ഡും ടോപ്പിന് വേറൊരു കളറുമായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ബട്ട് നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, രണ്ടും ഒരേ കളർ ഷെയ്ഡാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. വീഡിയോയിൽ വരുമ്പം രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രൈസും നല്ലൊരു ലോവർ പ്രൈസ് റേഞ്ചിലാണ്. ഇത് ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യല് 1195 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് അടുത്ത കളർ ഇതാണ് വരുന്നത്. ഇത് കൂടുതലും അതായത് ഒരു ഡെയിലി വെയർ സ്റ്റൈലിൽ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തത്. മാക്സിമം ഡ്രൈ ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ ഒരു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഷെയ്ഡിൽ വെച്ചൊന്ന് ഡ്രൈ ചെയ്തിട്ട് എടുത്ത് വെക്കുന്നു, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ഇത്. ഈ ടൈപ്പ് ഫാബ്രിക്സ് കുറച്ചും കൂടെ ബെറ്റർ, അപ്പോൾ ലാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതാണ് എൻ്റെ ദുപ്പട്ടയിലെ വർക്ക് വന്നിരിക്കുന്നത്. ഇതിലെ ടോപ്പും ദുപ്പട്ടയുടെയും കളേഴ്സ് എല്ലാം മാച്ചിങ് തന്നെയാണ് കേട്ടോ. ചില കളേഴ്സ് വീഡിയോയിൽ വരുമ്പം ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് എൻ്റെ വർക്ക്. സോ അപ്പോൾ ഇതാണ് അതിലെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തെളിച്ചുള്ള ഗ്രീൻ ബേസ് കളറാണ്. ഇതും നമ്മളെപ്പോഴും യൂഷ്വലി കൊണ്ടുവരുന്ന ഇപ്പോൾ മത്സ്യന്തേരിയിലോ അല്ല ജോർജറ്റിലോ അതിൽ നിന്നും വരുന്ന ഗ്രീൻ അല്ല, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രീൻ ബേസ് കളർ ഷെയ്ഡാണ്. വീഡിയോയിൽ ചിലപ്പം ചേഞ്ച് അതിനും കാണുമായിരിക്കും. ഇങ്ങനത്തെ ഗ്രീനൊക്കെ എപ്പോഴും ചേഞ്ച് ഉണ്ട്. അങ്ങനെ ചേഞ്ച് ഉള്ള കളറല്ല, നല്ല ഷെയ്ഡാണ്. 4 കളേഴ്സും ഒന്നിനൊന്നിന് അടിപൊളിയാണ്, വെറൈറ്റിയാണ്. ആൻഡ് ടോപ്പ് ദുപ്പട്ടയെല്ലാം വളരെ മാച്ചിങ് ആണ്. വീഡിയോയിൽ ചിലപ്പം ചില കളേഴ്സ് ഒരു മിസ്മാച്ച് ആയിട്ടോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരും. അങ്ങനെയല്ല, കോൺട്രാസ്റ്റ് ആണ് ഞാൻ ഓൾറെഡി പറയുമല്ലോ, അത് കോൺട്രാസ്റ്റ് അല്ല. അത് വീഡിയോയിലെ ആ ലൈറ്റിൻ്റെ പ്രശ്നവും കൊണ്ടാണ് അങ്ങനെ നിങ്ങൾ കാണുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. പിന്നെ ഫാബ്രിക് സോഫ്റ്റ് യൂസ് ചെയ്യണം, ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളുന്ന ഫാബ്രിക് അല്ല. ഒരു വെറൈറ്റി സ്റ്റൈലാട്ടോ ഈ ദുപ്പട്ടയും അതുപോലെ ടോപ്പും ഫാബ്രിക്കും അതിൻ്റെ വർക്കും ഒക്കെ വന്നിരിക്കുന്നത്. വർക്കാണെങ്കിലും ഇത് എക്സാക്ട് നമ്മുടെ ആപ്ലിക് സ്റ്റൈൽ റിപ്ലിക്ക എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നതും ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുക. 1195 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.